സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും ഫേസ് ക്യാമിന് ഇടാം. എനിക്ക് കുറച്ച് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയുമ്പോൾ എൻ്റെ കൺട്രോൾ പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറ ഇടാത്തത്. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. കുറച്ച് ദിവസമായി കണ്ടെന്ന് അറിയാം. ആരോ എൻ്റെ ചാറ്റിൽ വന്നിട്ട് ആരോ ഒരാൾ പറഞ്ഞായിരുന്നു, അണ്ണാ റെഗുലർ ആണല്ലോ എന്ന് പറഞ്ഞ ദിവസം എൻ്റെ PC കത്തിപ്പോയി. എൻ്റെ മദർ ബോർഡ് പോയതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ. മദർ ബോർഡാണ് പോയത്. എൻ്റെ മദർ ബോർഡ് പോയി ഗൈസ്. ഓൾറെഡി വാറണ്ടി കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മദർ ബോർഡ് പോയി. കാരണം ഞാൻ ഈ ഇടയ്ക്ക് മാറ്റിയത് 5090 മാത്രമാണ്. അപ്പോൾ 4090 ഉണ്ടായിരുന്ന സമയത്ത് വെച്ചിരുന്ന മദർ ബോർഡും ഇതുമെല്ലാം ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാളായിട്ട്. സൗണ്ട് സൗണ്ട് കുറവാണോ ഗൈസ്? സൗണ്ട് കുറവാണോ? ഞാൻ ഗെയിം കൂട്ടി 10, 11 വെക്കാം. അപ്പോൾ മദർ ബോർഡ് കംപ്ലീറ്റ്ലി പോയായിരുന്നു ഗൈസ്. അപ്പം ഞാനിപ്പം മദർ ബോർഡും മാറ്റി, പ്രൊസസ്സറും മാറ്റി. പ്രൊസസ്സർ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസസ്സറാക്കി, Ryzen 9800X3D ആക്കി. അതിൻ്റെ കൂടെ റാം 64GB റീപ്ലേസ് ചെയ്ത്, പിന്നെ ഇതും മാറ്റി. അപ്പോൾ അതെല്ലാം അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ചയാവും, അല്ല ഈ വരുന്ന വ്യാഴാഴ്ചയാവും PC കിട്ടാൻ. അപ്പോൾ അതുവരെ വീട്ടിലോട്ട് വന്ന് വീട്ടിലൊന്ന് സ്ട്രീം ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. റാം എത്രയാണ് ഗൈസ്? ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഒരിക്കലും പോയി PC ബിൽഡ് ചെയ്യരുത് ഇപ്പം, മനസ്സിലായ? റാമിന് മാത്രം 97,000 രൂപയായി. റാമിന് 64GB റാമിന് മാത്രം 97,000 രൂപ. 64GB റാം മാത്രം 97,000 രൂപ. പ്രൊസസ്സർ 70,000. പിന്നെ എന്താണ്, മദർ ബോർഡ് 52. എല്ലാം കൂടി 1.25 എന്തോ ആയി. ലൈക്ക് പക്ഷേ നമ്മളൊരു 2-3 വർഷം മുമ്പാണ് ഇത് ബിൽഡ് ചെയ്തത് ആക്ച്വലി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് മാത്രമേ മാറ്റിയുള്ളായിരുന്നു. ഗ്രാഫിക്സ് കാർഡും ക്യാബിനറ്റ് മാത്രമേ മാറ്റിയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരു അഡീഷണൽ SSDയും കൂടെ ആഡ് ചെയ്തു. അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല കൈ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇത്രയും വലിയ കാർഡ് വെച്ചിട്ട്, ഞാൻ ഇത്രയും കാർഡ് വലുത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇത് ചെയ്യുമ്പോഴത്തേക്കിനും അത് ബോട്ടിൽ നിൽക്കുക ആയതുപോലെയാണ്. എൻ്റെ അപ്പോൾ പറഞ്ഞു തുടങ്ങാം ഗൈസ്. ആദ്യത്തെ കാര്യം രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. രണ്ട് കാര്യം നമുക്ക് പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് തുടങ്ങാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, പെർമനൻറ്റ് ബാൻ. അതായത് സിറ്റിയിൽ TGL ഒരുത്തിന് ഞാൻ പെർമനൻറ്റ് ബാൻ കൊടുത്തായിരുന്നു. ഒന്നല്ല, ഞാൻ ഫേസ് ക്യാം ഇടാൻ കഴിച്ചില്ല. ഫേസ് ക്യാം ഒന്നല്ല, 2 പേർക്ക് ഞാൻ പെർമനൻറ്റ് ബാൻ കൊടുത്തായിരുന്നു. 2 പേർക്ക് പെർമനൻറ്റ് ബാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ 4 പേര് സംസാരിച്ചായിരുന്നു. ഈ OC പറഞ്ഞ 4 പേർക്കും പെർമനൻറ്റ് ബാൻ കൊടുക്കാനുള്ള ഓപ്ഷൻ എനിക്ക് ലിറ്ററലി ഉണ്ടായിരുന്നു. അപ്പോൾ TGA പോലത്തെ ഒരു ഗ്യാങ്ങിനെ ഉപദ്രവിക്കാനാണ്, അല്ലെ അവന്മാരെ ഇവിടുന്ന് കട്ട് ഓഫ് ചെയ്യാനാണെങ്കിൽ ആ 4 ബാനും എനിക്ക് ഒരുമിച്ച് ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ 2 പേർക്ക് ബാൻ കൊടുത്തതിന് ശേഷം ഒരുത്തൻ 2 ദിവസം മുമ്പാണ് TGAക്കകത്ത് കയറിയെന്ന് ഞാൻ അറിഞ്ഞത്. അതായത് 2 ദിവസം മുമ്പാണ് അവൻ 2-3 ദിവസം മുമ്പാണ് TGAക്കകത്ത് കയറിയത്. 2-3 ദിവസം മുമ്പേ TGAക്കകത്ത് കയറിയതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഒരു പ്ലെയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് കളിച്ച് ഒരു ഗ്യാങ്ങിലോട്ട് കയറുക എന്ന് പറയണത് കുറച്ച് ഹാർഡ് വർക്കുള്ള കാര്യമാണ്. അത് കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ അവൻ്റെ ബാന് എൻ്റെ സൈഡിൽ നിന്ന് ഞാനത് ലിഫ്റ്റ് ചെയ്ത് കൊടുത്ത്. അതായത് TGAയിലെ ഡ്രേക്ക് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഇത് എനിക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുത്ത്. എനിക്ക് നിന്നെയൊക്കെ കട്ട് ഓഫ് ചെയ്ത് ഇവിടെ കളിപ്പിക്കാതിരിക്കാനാണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഡൊമിനിക് എന്ന് പറയുന്നവന് ഞാൻ പെർമനൻറ്റ് ബാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ ഇനി OC പറഞ്ഞത് ഇൻറ്റൻഷനലിയോ അല്ലാതെയോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് നീ ഇരുന്ന് തള്ളക്കി പറയുന്നതും അതും ഇതും എല്ലാം നീ ഒരു വട്ടം അല്ല നിൻ്റെ സൈഡിൽ നിന്നത്. നിനക്ക് ബാൻ കിട്ടിയത് അതിനാണെന്ന് വിശ്വസിച്ചാൽ മതി. ആദ്യം ഒരു വട്ടം നീ സാവേജിനെ തള്ളക്കി പറഞ്ഞിട്ട് നീ വന്ന് സോറിയൊക്കെ പറഞ്ഞ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് തരാം. പെട്ടെന്ന് അടുത്ത ദിവസം ഡൊമിനിക് എന്ന് പറയുന്ന ലൈവ് വന്നിട്ട് ഞാൻ ഈ ലൈവ് കഴിയുമ്പോൾ ഡിസപ്പിയർ ആവും. അപ്പോഴത്തേക്കും ചാറ്റിൽ അയ്യോ എൻ്റെ ഡൊമിനിക്ക് പോയേ എന്ന് പറഞ്ഞ് കുറേ എണ്ണം ചാറ്റിലങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും എന്നിട്ട് അവർക്ക് പവറുണ്ട്, അവർക്ക് ഇതുണ്ട്. എന്നാലും അവൻ പറയണത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക അവിടെ ഒരുത്തനും ഇല്ല, മനസ്സിലായി? അവൻ പറഞ്ഞത് തെറ്റാണെന്ന്. അവൻ വീട്ടിൽ വന്ന അമ്മയെ, ഞാനത് പറയണില്ല, ഇങ്ങനെ ഒരു 3 വട്ടം വാസു നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ നിൻ്റെ അമ്മ ഇങ്ങനെ ഒരു 3 വട്ടം അവനായിരുന്നു പറഞ്ഞത്. ഇതിനു മുമ്പും ഇവൻ്റെ വായിൽ നിന്ന് പലവട്ടം വീണിട്ടുണ്ട്, മനസ്സിലായ? ഇതിനു മുമ്പ് ഇവൻ്റെ വായിൽ നിന്ന് ഇത് കുറേ വട്ടം വീണിട്ടുണ്ട്. അവൻ ഇരുന്ന് അവരായിരിക്കും. എന്നിട്ട് നീ വിക്ടിം കാർഡ് കളിക്കരുത്. നീ
എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്ത് വാസു കാരണം നിർത്തിപ്പോയ ആൾക്കാരുടെ ലിസ്റ്റിലേക്ക് ഒരാളൂടെ. വാസു കാരണം നിർത്തിപ്പോയ ലിസ്റ്റ് ആരൊക്കെയാണെന്ന് കേൾക്കണോ നിനക്ക്? എന്നിട്ട് നീയൊക്കെ പറ ഡിസേർവ് ഒന്ന് സ്റ്റൈൽ സോപ്പി. അത് പിന്നെ ഇപ്പോൾ പെർമനന്റ് കിട്ടിയേക്കുന്ന എൻ്റെ പേരല്ല, ഞാൻ എന്നിട്ട് റിമൂവ് ചെയ്ത് കൊടുത്ത്. എൻ്റെ അച്ഛൻ്റെ പേര് വിളിച്ചിട്ട് ഒരുത്തൻ്റെ ഇത് വന്നപ്പോൾ അവനും ഞാൻ പെർമനന്റ് ബാൻ റിമൂവ് ചെയ്ത് കൊടുത്ത്. ഞാൻ ആർക്കൊക്കെ എനിക്കെതിരെ വന്നിട്ട് ആർക്കൊക്കെ ഞാൻ ഇവിടുന്ന് ബാൻ കൊടുത്തിട്ടുണ്ടോ ആ പെർമനന്റ് ബാൻ അല്ല ഒരു 2 മാസം കഴിയുമ്പോൾ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരുത്തൻ്റെ പെർമനന്റ് ബാൻ അങ്ങനെ ഇടല്ല. മറ്റേ SRR ഒരു പയ്യനുണ്ടല്ലോ, ആരുടെ ഒരാളുടെ പെർമനന്റ് ബാൻ ഞാൻ മാറ്റി കൊടുത്തില്ലേ? SRRയുടെ ആരാണെന്ന് തോന്നുന്നു, ആരോ ഉണ്ടെന്ന് തോന്നുന്നു. അതോ ഇപ്പോഴും അതിൻ്റെ പെർമനന്റ് അങ്ങനെ കുറേ പേരുണ്ട്. ഇങ്ങനെ കുറേ പേരുടെ പെർമനന്റ് ബാൻ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതാക്കിയിട്ടില്ല. ഞാൻ അത്രയ്ക്ക് റിവലറി ഒന്നും കീപ്പ് ചെയ്തിട്ടുള്ള ആളൊന്നും അല്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ട്യൂബ്ലൈറ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നീയൊക്കെ മറ്റേ ഇങ്ങനെ എന്നാൽ എടാ നീ എന്നിട്ട് അവർ ചാറ്റിൽ പറയാം, അവൻ പറയുവാണ് നിങ്ങൾ പോയി വാസുവിനോട് സംസാരിക്കും. എടാ നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ചാറ്റിൽ TVA വേഴ്സസ് TGA ഈ സിറ്റുവേഷൻ കാണുന്നവർക്ക് മാത്രം അറിയാം, അല്ലാത്തവരോട് ഞാൻ പറയുമല്ലത്. TVA വേഴ്സസ് TGA നടന്നാൽ ഞാൻ സിറ്റിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവന്മാരൊക്കെ പറഞ്ഞിടിപ്പിക്കും. മറ്റേ ഹാഷ്ടാഗ് കൊട്ടയെന്ന് ഇടറ, ഹാഷ്ടാഗ് കൊട്ടവാസു ഇടറ എന്ന് കമൻറ്റിലുള്ള ആൾക്കാർ നിങ്ങളെപ്പോലെ വ്യൂവേഴ്സിനോട് ഹാഷ്ടാഗ് സ്പാം ചെയ്യാൻ പറയിപ്പിക്കും. ഇത് കണ്ടിട്ടുള്ളവർക്ക് നല്ലതുപോലെ അറിയാം ഇത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത്. എന്നിട്ട് അവൻ പറയണത് അവൻ OCയിൽ ഒന്നും ചെയ്യാറില്ലെന്ന്. ഇതൊക്കെ സിറ്റിക്കകത്താണ്. ഈ മോഡറേറ്റേഴ്സിനെ കൊണ്ട് മോഡറേറ്റർ ആയിട്ടുള്ള ആൾക്കാർ വരെ അവിടെ സ്പാം ചെയ്യും. കേസ് നിങ്ങൾ നോക്കിയാൽ മതി. മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ അവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് അവർ കൊണ്ട് സ്പാം ചെയ്യിക്കുക. എന്നിട്ട് ഇത് OCയിൽ അവനൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതൊക്കെ നിന്റെ OC ഫ്രസ്ട്രേഷനാണ് ബ്രോ. ഇതൊക്കെ നിന്റെ OC ഫ്രസ്ട്രേഷനാണ്. അതാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് പിന്നെ നീ പറഞ്ഞതിനാണ് നിനക്ക് കിട്ടിയത്. നീ ഇപ്പോൾ വീണ്ടും ഇരുന്ന് തള്ളയ്ക്ക് പറഞ്ഞതിനാണ് മെയിനായിട്ട് നിനക്ക് കിട്ടിയത്. നീ വീട്ടിൽ വന്ന് നീ അത് പുറത്തെവിടോ ആണെന്നുള്ള ധൈര്യത്തിലാണ് നീ ഇരുന്ന് പറയണമെന്ന് അറിയാം. നാട്ടിലാണ് നിനക്ക് തല്ലും കൊള്ളുമെന്ന് നിനക്കറിയാം. പുറത്തെവിടോ ഏതോ ഒരു രാജ്യത്ത് ഇരിക്കുന്നതിൻ്റെ ധൈര്യമാണ് നീ കാണിക്കുന്നതെന്ന് നല്ലതുപോലെ എല്ലാവർക്കും അറിയാം. അത് വിട്, അത് പോട്ടെ, അത് കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ഞാൻ വേറൊരു കാര്യത്തോടെ പറയാം. നിന്റെ കൂട്ടത്തിലൊരു NBC ഉണ്ട്, നടക്കാൻ പോലും അറിയാത്ത ഒരുത്തൻ. മറ്റേ എല്ലാ മീറ്റിങ്ങിന് വരാൻ വേണ്ടി മാത്രം കോലീഡറാക്കി വെച്ചേക്കണ ഒരുത്തനില്ലേ, അവനെ ഞാൻ ഈ ലിസ്റ്റിൽ അറിഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്താത്തതാണ്. കാരണം അതൊരു ഫ്രീക്കില്ല. അറ്റ്ലീസ്റ്റ് നീയൊക്കെ ആണ് ഡൊമിനിക്ക, എനിക്ക് പിന്നെ നിന്നെ റെസ്പെക്ട് ഉണ്ട്. നീയൊക്കെ അറ്റ്ലീസ്റ്റ് തിരിച്ചെങ്കിലും വെടിവെക്കും. അവൻ അങ്ങനെയല്ല, അവന് കഷത്ത് വെടിവിട്ടിയ കഷം ചോറിട്ട് എവിടുന്ന് അടി കിട്ടിയെന്ന് പോലും അറിയത്തില്ല ആ പയ്യന്. അതുകൊണ്ടാണ് അവനെ ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. അവന് ഞാൻ പെർമനന്റ് ബാൻ ഇടാൻ എൻ്റെ കാര്യതാണ്. അവനും ഇത് പറയുന്നുണ്ടത് ഞാൻ കണ്ടതാണ്. പിന്നെ അവനും മറ്റേ ഡ്രേക്കിനും എൻ്റെ സൈഡിൽ നിന്ന് ഒരു ചാൻസ് വന്നായിട്ടങ്ങ് വിചാരിച്ചാൽ മതി. നിനക്ക് പിന്നെ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് വന്ന് സംസാരിക്കും. നീ എന്നോട് വന്ന് സംസാരിച്ചിട്ട് സെർവറിൽ കയറിയാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. നിനക്ക് പെർമനന്റ് ബാൻ ഇട്ട് നിൻ്റെ ഫ്യൂച്ചർ കളയണമെന്നും ഇതൊന്നും ഇല്ല. നീ പറഞ്ഞ കാര്യം ഭയങ്കര ഒഫൻസീവാണ്. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വന്ന് എന്നോട് സംസാരിച്ചിട്ട് നീ സെർവറിൽ കയറിയാൽ മതി. ഇനി നീ എൻ്റെ സെർവറാണെന്ന് പറഞ്ഞാലും ഇനി TVയുടെ സെർവറാണെന്ന് പറഞ്ഞാലും എനിക്കൊരു കോപ്പുമില്ല. TVയുടെ സെർവറാണെങ്കിൽ എന്തിനാണ് ബുദ്ധിമുട്ടി ഇവിടെ കളിക്കുന്നത്? വേറെ സെർവറിൽ പോയി കളിച്ചൂടെ? അതിൽ കൂടുതൽ എനിക്ക് ഈ ഒരു കാര്യത്തിലൊന്നും പറയാനില്ല ഗൈസ്. ഈ ഒരു കാര്യത്തിലൊന്നും പറയാനില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഭാഗ്യത്തിനെന്തോ ഞാൻ ട്രിഗർ ആയില്ല. ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ വേണ്ട, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് തന്നെ പറയണമെന്ന് ധാരാളമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. വെൽക്കം ടു ദ സ്ട്രീം. വെൽക്കം. അപ്പോൾ ലിഫ്റ്റ് ചെയ്യണ്ട ഗൈസ്. നിങ്ങൾ ചെയ്യല്ല. ഇതിപ്പോൾ ഇവൻ മറ്റേ ചാറ്റിലെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഗൈസ് ഇവൻ്റെ ഒരു 10-15 പേരുണ്ട് ഈ സ്ഥിരം സ്പാം ചെയ്യുന്നത്. അവരെ പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം കേട്ടാ ഗൈസ്. ഇവൻ്റെ പെർമനന്റ് ബാൻ ലിഫ്റ്റ് ചെയ്യണോ ഗൈസ്? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് റെസ്പോൺസ് നോക്കിക്കോട്ടെ. ഹി ഡിസേർവ് ഇറ്റ്. വേണ്ട, നോ. അയ്യോ എടാ, നിനക്ക് ചാറ്റിൽ അത്രയും പേര് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ എനിക്ക് ഈ പറയണവരെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ എടാ? പക്ഷെ എനിക്ക് ഇവർ ഇമ്പോർട്ടൻ്റ് കണ്ട അവർ ഇട്ട് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. ഗൈസ്, നമ്മുടെ ഷൗടെക്സിന്റെ വീഡിയോക്കകത്ത് വരെ വന്ന ഒരുത്തനുണ്ടല്ലോ, വജീറ്റ എന്ന് പറഞ്ഞിട്ട്. വജീറ്റ എന്തോ TV എന്തോ പറഞ്ഞിട്ട് TG എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ. ഇവൻ പോയി കമന്റ് ഇടാത്ത, ഇവൻ ഇതിനു വേണ്ടി ജീവിക്കണതാണ്. ഇവൻ ഇത് പോയി ആരെനിക്ക് എന്ത് വീഡിയോ, ഇവന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരണത്. ഇതിനു വേണ്ടി ജീവിക്കും. അവൻ പറയണത് കർമ്മ കിട്ടും, അത് കിട്ടും. ബ്രോ, ആദ്യം നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എങ്ങനെയാ കളിക്കണ്ടേ, എന്താ പറയണ്ടേന്ന് അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവനെ പറഞ്ഞ് മനസ്സിലാക്കിയാലേ കാര്യമുള്ളൂ. എന്നിട്ടല്ലേ ബാക്കിയുള്ളവർ. അവനിപ്പോൾ കിട്ടിയത് അവൻ കാണിച്ചതിൻ്റെ കർമ്മയാണ്. അതാദ്യം അവനെ നീ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. ആൻഡ് എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട് ഗൈസ്. എനിക്ക് കഴിഞ്ഞ ദിവസം ജോക്കിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ റെക്കോർഡ് സൂപ്പർ ചാറ്റ് ആയിരിക്കും. നെവർ എവർ എ സ്ട്രീമർ അച്ചീവ്ഡ് ദാറ്റ്.
₹4,50,000 സൂപ്പർ ചാറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ആൻഡ് ഒരു സ്ട്രീമർക്കും ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ടോപ്പ് 5 ടോപ്പ് 3 എന്തോ ഉള്ള അച്ചീവ്മെൻ്റ് ആണ്. ഇന്ത്യ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ടോപ്പ് സൂപ്പർ ചാറ്റ് ആണ് എന്നെ സിംഗിൾ സ്ട്രീം. അതാ മറ്റേ ലിസ്റ്റിൽ ഞാൻ കണ്ടായിരുന്നു. സോ അപ്പോൾ ഈ ഒരു സൂപ്പർ ചാറ്റ് വന്നപ്പം കുറച്ച് പെർട്ടിക്കുലർ ആൾക്കാരെ ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടന്റ് ആക്കിയിട്ട് കമന്റിൽ ആഘോഷിക്കുന്നത് കണ്ടായിരുന്നു. ഇതൊരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണ്, സ്ക്രിപ്റ്റഡ് സാധനമാണ്. അതായത് കഴിഞ്ഞ ദിവസം വേറൊരു സ്ട്രീമിൽ വേറൊരാൾക്ക് കിട്ടിയതിൻ്റെ കൗണ്ടർ ടി വിയുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ ചെയ്ത പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഗ്രൂപ്പിലും കുറേ കാര്യങ്ങളായിട്ട് വന്നു, അല്ലാതെ കുറേ കണ്ടന്റും വന്നു. ഗൈസ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ അടുത്തൊക്കെ. നീയൊക്കെ ചിലപ്പോൾ ഇന്നും ഇന്നലെ RP കാണാനും നീ ഗെയിം കാണാനും സ്ട്രീം കാണാനും തുടങ്ങിയവരായിരിക്കും. പുള്ളി ചെയ്തതിൻ്റെ ശരത്ത് ഏട്ടൻ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വരുത്തില്ല പുള്ളിക്ക് കിട്ടിയ സൂപ്പർ ചാറ്റ്. നിനക്കൊന്നും അറിയത്തില്ല, എനിക്കറിയാം പുള്ളിക്ക് ഇതൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്കറിയാം പുള്ളി ചെയ്തത് എന്താണെന്ന്. മനസ്സിലായ? ഈവൻ ദോ ഞാൻ പലവട്ടം പോലും ഞാൻ ബ്ലൈൻഡിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. എനിക്കറിയാം, കാരണം ബ്ലൈൻഡിൽ വേറെ മാനേജ്മെന്റിൽ കുറേ ആൾക്കാരോ ഉള്ളത്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആരുടെ വേണമെങ്കിലും തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ബ്ലൈൻഡിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. അത് ശരത്തേട്ടനെ ചൂണ്ടിക്കാണിയിട്ടോ ആ സാധനമല്ല ഞാൻ പറഞ്ഞത്. ബ്ലൈൻഡിന്റെ മാനേജ്മെന്റിൽ മൾട്ടിപ്പിൾ ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്കത് വെളിയിൽ നിന്ന് കാണുമ്പോൾ സാത്താനും ജോഗിയും മാത്രമേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ എനിക്കറിയാം. പക്ഷെ ഫ്രം ദ ബിഗിനിങ് പുള്ളി പേഴ്സണലി ചെയ്തൊരു കാര്യങ്ങളോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അത് അങ്ങേർക്ക് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിനക്കൊക്കെ എന്ത് വേണമെങ്കിൽ ഇതുപോലെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരത്തേട്ടനായാലും ഞങ്ങളൊക്കെ ആയാലും ആ സമയത്ത് അതിൻ്റെ ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂസൊക്കെ വന്ന് ഒരുമാതിരി മൂഞ്ചി തെറ്റി നിന്നൊരു സമയമുണ്ട്. ശരത്തേട്ടന് ഇപ്പോഴും പുള്ളി അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. 4,00,000 രൂപ 4,50,000 ഞങ്ങൾ പ്ലാൻ ചെയ്ത് യൂട്യൂബിന് 40% കൊടുത്തിട്ട് ബാക്കി 2,00,000 രൂപ പുള്ളിയുടെ അക്കൗണ്ടിൽ ഇടാൻ ഞങ്ങളുടെ തലയ്ക്ക് ഓളവും. ഞാൻ ആ പൈസ ഉണ്ടായിരുന്ന നേരെ പുള്ളിക്ക് കൊടുത്തിട്ട് പുള്ളിയുടെ മറ്റേ ഇൻകം ടാക്സിന്റെ അതിനെ കടം വീട്ടാൻ പറഞ്ഞേനെ. നിനക്ക് നിനക്ക് എന്താ ഇങ്ങനെ ബ്രോ, ഇങ്ങനെ ദേവൂട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പൊ ദേവൂട്ടന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിൽ തിയേറ്ററിൽ കളി കാണാൻ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അമീഗോസിലൊക്കെ കയറി ചെറിയൊരു ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ജോക്കി ഇരുന്ന് പറയാ, എടാ എല്ലാവരും അങ്ങനെയാണോ വിചാരം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേടാ ആർക്കും വേണ്ടി, എടാ എനിക്കിത് വിഷമമാണ്, ഇത് അന്ന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു പറഞ്ഞ ജോക്കി ഭയങ്കര ഈ സെന്റിമെന്റലൊക്കെ ആണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബാഡായി. അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളത്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ബാഡായി, സത്യം പറയാലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട കൈസ് ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് നിങ്ങളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലൈനപ്പ് ഇന്ന് ഇവിടെ കാണുന്ന 15,000 ഗെയിമിംഗ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്നു 10,000 പേരുടെ ഫേവറേറ്റ് വൺ ഓഫ് ദ ഒരു ലൈനപ്പ് ആയിരുന്നു ബ്ലൈൻഡിൻ്റെ ലൈനപ്പ്. ആ ലൈനപ്പ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും വലിയ ഫോൺ ഒന്നും നോക്കാതെ 5 മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങേര്. നിങ്ങൾക്കൊക്കെ ഇത് പഴങ്കഥയായിരിക്കും, പക്ഷെ അനുഭവിച്ചവർക്കറിയാം, അല്ലെ ഇത് കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം അത് എന്തൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ന്. എനിക്ക് പോലും, ഞാൻ ഇന്നൊരു ഗെയിമറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഫോണിൽ നിന്നാണ് ഞാൻ എല്ലാം തുടങ്ങിയത് ഒരു ഫോണിൽ നിന്നാണ്. രഞ്ജു ചേട്ടനൊക്കെ വാങ്ങിച്ചു തന്ന ഒരു ഫോണിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ശരത്തേട്ടൻ എനിക്ക് PC വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ അറിയാം, ഇപ്പം ഈ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം കറൻ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം എന്താണെന്ന്. അതിനെയൊക്കെ ചോദ്യം ചെയ്യുക, അതിനെയൊക്കെ ഇതാക്കുക എന്ന് പറയണത് ഭയങ്കര ഇതാണ്. കാരണം പുള്ളിക്ക് അത് കിട്ടിയത് പുള്ളി ചെയ്തതിനെ പറയല്ലേ, പുള്ളി അത് ചെയ്തു കൊടുത്തതിൻ്റെ കർമ്മയാണ് അങ്ങേർക്ക് ഇപ്പം തിരിച്ച് കിട്ടിയത്. അല്ലാതെ അതിനകത്ത് വേറെ ഈ പറയണത് പോലെ സ്ക്രിപ്റ്റും കോപ്പും ഒന്നും ഇല്ല. വട്ടമുണ്ടോ, തലയ്ക്ക് ഓളം ഉണ്ടോ നമുക്കൊക്കെ? സോ ഗൈസ്, എനിവേ എത്ര ഉള്ളൂ, എനിക്കത് അത്ര ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. എനിവേ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. നമുക്ക് സിറ്റിയിൽ കയറാം. സിറ്റിയിൽ അടിയായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് TG ആയിട്ട് TG SRR ആയിട്ട് അടിയായി. SRR ആയി ഡെസ്ട്രോ ഇഷ്യൂ. ബ്രോ അതൊന്നും ഇല്ല. ഡെസ്ട്രോയുടെ അടുത്ത് അവന്മാർ ഇന്ന് എന്തോ സിറ്റുവേഷൻ ആയ സമയത്ത് അവന്മാർ പറഞ്ഞെന്ന്, എന്താ നീ സ്ലോട്ട് ചോദിച്ച് വന്ന
ഇഷ്യൂസ് ഒന്നും ഇല്ല, വേറെ അങ്ങനെ ഇഷ്യൂ ഒന്നും ഇല്ല. ചോദിക്കുന്നല്ലോ ഇപ്പൊ സിറ്റിയിൽ കയറാം. നിങ്ങൾ ഗൈസ്, ഞങ്ങൾ കളി കണ്ടത് മറ്റേ ട്രിവാൻഡ്രത്ത് ഏരിസ് ഫ്ലെക്സ് എന്ന് പറയുന്ന തിയേറ്ററില്ലേ, ആ തിയേറ്ററിലാണ് ഞങ്ങൾ കളി കണ്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഡേ മറക്കാൻ പറ്റൂല ഇനി. എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആസ് എ ക്രിക്കറ്റ് ഫാൻ, അതൊരു വലിയ കാര്യമൊന്നും സംഭവമാണെന്ന് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ തോന്നുന്നില്ല. പക്ഷേ ഒരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ള രീതിയിൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയും ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചത് ഒരേ ദിവസം. എനിക്കതൊരു മറക്കാൻ പറ്റാത്തൊരു റിമാർക്കബിൾ ഡേ ആണ്. എൻ്റെ പൊന്നോ, പറയാതിരിക്കാൻ വയ്യ. സഞ്ജുവിൻ്റെ ഒക്കെ പക്ഷേ ഉണ്ടല്ലോടാ, ഞാൻ പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് അത് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യത്തെ ബാറ്റിംഗ് കഴിഞ്ഞ് അവന്മാരുടെ 2 വിക്കറ്റ് വീണപ്പോഴേ ഗെയിം 1 സൈഡഡ് ആയി. ആ ത്രില്ലങ്ങ് ആദ്യമേ നമുക്ക് കിട്ടി. എന്നുവെച്ചാൽ ഒരു പകുതി പോലെ പോലും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. ഇന്ത്യ ജയിച്ചു എന്ന് നമ്മൾ ഉറപ്പിച്ച്, അല്ലേ? സത്യം പറഞ്ഞ അയ്യോ എന്തൊരു കളിയായിരുന്നടേ സത്യം. അത് മാത്രമല്ല, വേറെ ഒരു കാര്യം കഴിച്ചു. എല്ലാവരും പൊക്കി പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഒരാളെ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ച ഒരു പ്ലെയർ ഈ വേൾഡ് കപ്പിൽ വേറെ ഉണ്ടാവില്ല. അത് ശിവൻ ഡൂബെയാണ്. കിട്ടിയ എല്ലാ ഓപ്പർച്യൂണിറ്റിയും എടുത്തു വെച്ച് അലക്കിയത് അവൻ മാത്രമാണ്, തുടക്കം തൊട്ട് അവസാനം വരെ. അന്ന് ഇന്ത്യ തോറ്റ കളി പോലും പുള്ളി സ്ട്രൈക്കിലുണ്ടായിരുന്നത് അത് ഈസിയായിട്ട് ജയിച്ചേനെ. ശിവൻ ഡൂബെ ആസ് എ CSK ഫാൻ, ഡൂബെയും സാംസണും എല്ലാവരും ഫോമിലാണെന്നുള്ളതിൽ വേറൊരു സന്തോഷം. ഇതെന്താ ലോഡാവാത്തേ? ഈ PC-ക്ക് അസുഖം തുടങ്ങിയേട്ടാ. ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത് 5070 Ti ആണ് ഈ PC. ഇത് അവർ അന്ന് എനിക്ക് തന്ന ടെമ്പററി PC ആയി. ഈ PC-ക്കകത്താണ് ഞാനിപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ എന്താ 5070 Ti. ബൂമറയുടെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. ബൂമറ, സഞ്ജു എല്ലാവരും പുകഴ്ത്തുന്ന ഇതാണടാ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേസ് അല്ല, വേണ്ട അത് പറഞ്ഞാൽ ശരിയാവൂല, വേണ്ട. ഇന്നലെ എന്താ കണ്ണാപ്പി ചന്ദ്രൻ കാണിച്ചില്ല, മനസ്സിലായില്ല. അതെന്താ എന്തൊക്കെ ഇന്നലെ കണ്ടില്ല, എന്തോ പറഞ്ഞെന്ന് പറ. അയ്യോ ഇല്ലല്ലോ, ഒന്നുമില്ല. അത് പിന്നെ പറയാം. ഒന്നുമില്ല. ഇനിയിപ്പോ അടുത്തത് ഇതാണല്ലേ, എന്താ പറയാ, IPL. ഇനി പ്ലേയേഴ്സിനൊക്കെ ഗ്യാപ്പ് ആയിരിക്കൂലേ, ഒരു 1-2 മാസം ഗ്യാപ്പ് ആയിരിക്കൂലേ. ഇനി IPL ആണല്ലോ, ഇനി അതിന്റെ ഗ്യാപ്പ് ഉണ്ടാവും എന്തായാലും. PD ആയിട്ട് വീണ്ടും ഇഷ്യൂ ആയോ? പറയണ അല്ലടാ, ഒന്നുമില്ല. അയ്യോ എന്റെ വായി ഇങ്ങനെ കേൾക്കാൻ അങ്ങനെ ഇതാക്കണം, പോടാ അവിടുന്ന്. വിഷയം വരണം. അയ്യോ അല്ലടാ, അത് ഞാൻ വേറെ നോർമൽ ക്രിക്കറ്റിന്റെ ഒരു കാര്യം പറയാൻ വന്നിട്ട് ഞാൻ നിർത്തിയത്. വേണ്ടത് പറയാം. IPL ദിസ് മന്ത്, ഈ മാസമാണോ IPL? എടാ ഈ മാസമാണോ IPL? ഇത് AC-ക്കകത്തുനിന്ന് എന്താ വരുന്നേ? 28-ന് സ്റ്റാർട്ട്. ഓക്കെ. PD സിറ്റുവേഷൻ എന്താ ഞാൻ നോക്കടാ. PD സിറ്റുവേഷൻ എന്താ എനിക്ക് അറിഞ്ഞൂടാ. വീട് സിറ്റുവേഷൻ ആയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. PD മനാ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 5 Eagle Gaming മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മനാ ബ്രോ. വെൽക്കം ടു സ്ട്രീം മനാ ബ്രോ. സായിപ്പ് തെക്കലിന് തീർത്തോ അവൻ? ഇന്നലെ ഞാൻ അവൻ്റെ കൂടെ രാവിലെ വെളുപ്പിന് 4 മണി വരെ ഉണ്ടായിരുന്നു കേട്ടാ. വെളുപ്പിന് 4 മണി വരെ 3 മണി വരെ എന്തോ ഉണ്ടായിരുന്നു ഞാൻ സായിപ്പിൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് അവൻ നിർത്തിപ്പോന്ന് പറഞ്ഞു. പിന്നെ തീർത്തവൻ. അയ്യോ, പീഡിക്ക് നല്ല കഴപ്പാണ് അത് ബ്രോ. ഞാൻ വേറൊരു കാര്യം പറയാം ബ്രോ. നമ്മളിപ്പോൾ PD-യെ എന്ത് പറഞ്ഞാലും മെയിനായിട്ട് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഭരത്ചന്ദ്രൻ സാറിനെയാണ്. ഈ PD-യിൽ കളിക്കാൻ ആളില്ലടാ. ഈ PD-യിൽ കളിക്കാൻ ഈ ഗ്യാങ്ങിലുള്ളവരേ ഉള്ളൂ. ഈ ഗ്യാങ്ങിലുള്ളവന്മാർക്ക് ഒന്നാമതേ നമ്മുടെ അടുത്ത് ചൊറിയ. അവന്മാർക്ക് അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർക്ക് അവന്മാരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവന്മാർക്ക് പ്രശ്നമാണ്, മനസ്സിലായ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങേർക്ക് ഇത് മാനേജ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഇല്ലേ? തള്ളക്ക് ഇവിടെ മൊത്തം കേൾക്കണത് പുള്ളിയാണ് മെയിൻ ഇഷ്യൂ. ഇത് കുട്ടായി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1 Eagle Gaming മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. ഈ കേരള വിഷൻ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടാ. ഫ്രീ ഫയർ കളിക്കാമോ? അയ്യോ ബ്രോ, ഞാനത് ഫ്രീ ഫയറിനെ മോശമാക്കി പറയണതല്ല. ഞാൻ പറയണേ, എനിക്ക് ആ ഗെയിം വർക്കൗട്ട് ആവൂല ബ്രോ. എനിക്ക് ആ ഗെയിം, കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കളിക്കണത് PUBG ആയതുകൊണ്ട്, ഈ ഗൈറോ ഒക്കെ ഉള്ളൊരു സാധനം കളിച്ച് ശീലിച്ച്
എനിക്ക് ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും കളിക്കാൻ പറ്റണില്ല, മനസ്സിലായോ? എനിക്കെന്ന് വെച്ചാൽ അത് എനിക്ക് അതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഞാൻ പറഞ്ഞത് അത് എൻ്റെ പേഴ്സണൽ ഇഷ്ടം മാത്രമല്ല, അല്ലാതെ ഗെയിം കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഇല്ലടാ. എൻ്റെ ടേസ്റ്റിന് പറ്റിയൊരു സാധനം അല്ലത്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ കളിക്കാത്തത്, വേറൊന്നുമല്ല. എനിക്ക് എന്നെ കൊണ്ട് അത് പറ്റണില്ല. ഞാനത് ഇടയ്ക്ക് അയച്ച് ഏതോ ഇടയ്ക്ക് ഞാൻ ഫ്രീ ഫയർ ലൈവിൽ കളിച്ചിട്ടില്ലേ ഗൈസ്? എപ്പോഴോ ലൈവിൽ കളിച്ചിട്ടില്ല ഞാൻ ഫ്രീ ഫയർ എപ്പോഴോ കളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നോ. എടാ ഇല്ലടാ, എനിക്ക് ചെറിയ വാച്ചിങ് ഉള്ള സമയത്ത് ഞാൻ കളിച്ചിട്ടുണ്ട്. എനിക്ക് ചെറിയ വാച്ചിങ് ഉള്ള, നിങ്ങൾക്കൊന്നും ആ സമയത്ത് അറിയത്തില്ല എന്നെ. ആണ് എനിക്ക് ചെറിയ വാച്ചിങ് ഉള്ള സമയത്ത് ഞാൻ കളിച്ചിട്ടുണ്ട്. ചന്ദ്രൻ ഫീൽഡ് ഔട്ടായി. അത് ശരിയാ. PR ടീമിന് കൊടുക്കാൻ കാശില്ല ഇപ്പം, അല്ലെങ്കിൽ വീഡിയോ കുറെ വന്നേനെ. ചന്ദ്രനൊക്കെ ഫീൽഡ് ഔട്ട് അല്ലേ? ഫ്രീ ഫയർ അങ്ങനെയാണെങ്കിൽ നമ്മളെ BGMA എന്ന് പറഞ്ഞ് കളിയാക്കുമല്ലോടാ അവര്. മച്ചമ്പി താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. സാബ്ഗുരുവിന്റെ ഗിഫ്റ്റ് ഞാനൊരു ധൃതി പിടിച്ച സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അത് ഒരു 2 ദിവസം കഴിയുമ്പോൾ വിനീത് ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് വേണം അത് അൺബോക്സ് ചെയ്യാൻ. വിനീതിനെ മറ്റേ എണ്ണത്തോണിയിലിട്ട് ഉഴിയാ കൊണ്ടുപോയേക്കാണ് തൃശ്ശൂര്. ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ കാലയിൽ കെട്ടൊക്കെ കെട്ടി ശവം പോലെ കിടക്കണം ഒരു എണ്ണക്കകത്ത് അവനെ ഇങ്ങനെ കിടത്തിയേക്കുക. അത് ഒരു 2 ദിവസം ഉഴിച്ചിലെന്തോ ഉണ്ടെന്നാണ് അവൻ പറയണത്. അവന്റെ വൈഫ് ആയുർവേദ ഇതിലെ HR. അയ്യോ ക്യാമില ലൈറ്റ് ഇല്ലടാ, ഇവിടുത്തെ ലൈറ്റ് ഒന്നും ഞാൻ എടുത്തോണ്ട് വന്നില്ല. അതെല്ലാം ഒരു 2 ദിവസം കഴിയുമ്പോൾ അവരുണ്ടല്ലോ സാമ്പ്. ഇവിടെ ഒരു ദിവസം സാമ്പ് കളിക്കണോടാ ലൈവ് ഇട്ട്. ഇതെന്താടാ ഗൈസ്, ഞാൻ കുറച്ച് മുമ്പ് കൂടെ സെർവറിൽ കയറിയതാ. ഇവിടെ രാത്രിയാവുമ്പോ ഈ കേരള വിഷൻ എന്താടാ പ്രശ്നം? ഞാൻ ലൈവ് ഇടുമ്പോ ഈ കേരള വിഷൻ എന്താടാ പ്രശ്നം ഗൈസ്? കുറച്ച് മുമ്പ് ഞാൻ SRR സിറ്റുവേഷൻ എടുത്ത് ഞാൻ കേറിയതാ, ഒരു പ്രശ്നവും ഇല്ലാതെ. ഇവിടെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രം എന്താടാ പ്രശ്നം? എന്നിട്ട് ഞാനൊരു പ്രശ്നേഷാവും, ഞാനൊരു എക്സ്ക്യൂസ് ഓളിയും ആവും. എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണെന്ന്. ചെക്ക് ഇന്റർനെറ്റ് സ്പീഡ്. നോക്കട്ടെ. ഓ കണ്ട കേരള വിഷൻ. ഇത് കേരള വിഷനും സെർവറും തമ്മിലുള്ള എന്തോ പ്രശ്നമാണ്, സ്പീഡിന്റെ അല്ല, മനസ്സിലായോ? അടുത്ത സ്ക്രിപ്റ്റ് ഒന്ന് ഇതാ എനിക്ക് കലി വരുന്നത്, മനസ്സിലായ? സിറ്റി ഇല്ലേ? രണ്ടു വർഷത്തേക്ക് മുന്നാടി സിറ്റി കത്തിയാ മൈക്കുമാര് കിടക്കുന്നുണ്ട്. ഇപ്പൊ കേക്കോ ഓക്കെ അല്ലേ? എടാ സിറ്റി കത്തിപ്പോയോ? റീസ്റ്റാർട്ട് ആയോ? സ്റ്റേബിൾ ആയിട്ട് പറ. ഞാൻ കേറിയില്ലോ, ക്യൂല് നിൽക്കണ്ട 3-ല്. നീ ക്യൂവിൽ കേറിയാ? ഞാൻ ക്യൂല് കയറി 21 പേരുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാവരും കൂടെ ചാരിറ്റി സ്ട്രീം ചെയ്ത് എനിക്കൊരു നല്ല PC മേടിച്ചതാടാ. റിക്വസ്റ്റ് ആണ്, എന്താ ഒന്ന് ചെയ്യത് എനിക്ക് വേണ്ടി അതൊന്നും ചെയ്തതാ. ഒരു കിടിലൊരു 4070 ഉള്ള ഒരു ലാപ്ടോപ്പ് ഉണ്ട് അണ്ണന് കിട്ടിയ അത് എണ്ണം ദൈവം. അത് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. 4070 ഒരു ലാപ്ടോപ്പ് എക്സ്ചേഞ്ച് ചെയ്യുന്നോ? എന്റെ 6050 തരാം, നീ എന്റെ 5070 തരാണ്. അണ്ണാ ഒരു 1660 ഉണ്ട്, തരാം, ഒരു കുഴപ്പമില്ല. 4070 ബേബി ആരടാ? അയ്യോ
അവന് അവൻ അച്ഛനായില്ലേ, അതിന്റെ ഒരു ഇത് എല്ലായിടത്തും ഇത് കാണിക്കുന്നതാ കേട്ടോ അവൻ. ഇത് ഞാനല്ല ഇത് കോച്ച് മാറ്റിയതാ പേര്. ഏഴിലായി, മൂന്നുള്ള ഞാൻ ഏഴിലായി. ജുഗ്രോ ആരോ വെറുതെ അടിച്ചടാ ഇപ്പൊ. ആരടിച്ച്? ഒന്നുമില്ല, ജൂറിനെ വെറുതെ അടിച്ചു വന്നിട്ട് പോയി. ചുമ്മാ അടിച്ചു. വള്ളികളാ സിറ്റിയില്. ഒരു പരസ്പരം ഉച്ചക്ക് വില്ലുമാൻ വല്ല എടുത്ത് വെച്ച് വള്ളി നിനക്ക് കിട്ടിയ ഞാനൊന്നല്ല EVX ആണോടാ. ഇനി ആള് മാറി ടുമാറോ ഞാൻ ലാലേട്ടൻ. ടുമാറോ ഞാൻ ലാലേട്ടൻ. മമ്മൂട്ടിയാ. ടുമാറോ ഞാൻ ലാലേട്ടനെ കാണാൻ പോകും. എനിക്കെന്ന് പറയണേ കേട്ടാ. അതെ, തിരക്കെന്ന് പറയണേ. പരിപാടിയാ 11 എടാ എനിക്ക് 5M പോലും ലോഡാവണല്ലോടാ, 5M പോലും. പയ്യെ കേറിയാ മതി. ഓപ്പൺ ആവുന്നില്ല. അനലൈസിങ് ഗെയിം ഡേറ്റ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുക. അത് ശരിയാണ്. അതെങ്ങനെ PC യുടെ പ്രശ്നമാവും? അല്ല അത് 5M അല്ല അവര് വിചാരിച്ചേക്കുന്നേന്ന്. അവര് വിചാരിക്കുന്നില്ല, അത് 5M വകാണ്. അതെ 5M തീരെ. അണ്ണാമണി എന്റെ 2050 ലാപ്പ് എടുത്തോണ. ഏബലിന്റെ ബിഹേവ് കണ്ടാ അറിയാം. 4070 PC പോലും അല്ല, ലാപ്ടോപ്പ് പോലും അപ്പിയാ. അപ്പോഴാണ് നിന്റെ 2050. എന്റെ 5070 അതാവുമ്പോ പ്രോപ്പർ ഡ്രൈവർ എല്ലാം ഉണ്ട് കേട്ടോ. 50 കിട്ടും. സാമ്പിന്റെ ഏത് സെർവർ ഉണ്ടോ ഇവിടെ? അല്ല ഏതൊക്കെയോ സാമ്പുണ്ട്. അപ്പൊ അണ്ണ 2 ദിവസം മുന്നേ മെസ്സേജ് അയച്ച് വേറെ ഏതൊരു സിറ്റുവേഷനില് അണ്ണനെ എന്തോ ഡ്രാഗ് ചെയ്തിട്ട് എന്ത് തെറി വിളിക്കാന്ന് പറഞ്ഞു. സാമ്പിൾ എന്നെ ഡ്രാഗ് ചെയ്ത് തള്ളക്കിളിയായോ? ഇനി അതിലൂടെ ഉള്ള എനിക്ക് കേക്കാൻ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ, അത് എനിക്ക് അറിയാൻ പാടില്ലാത്ത. മെസ്സേജ് 2 ദിവസം മുന്നേ எனக்கு மெசேஜ் அனுப்பிச்சு, எனக்கு டிவியோட சாம்பிள் நேம் கொடுக்க யூஸ் செய்யறதுவா இதுவான்ற பேர் யூஸ் ചെയ്തൊക്കെ വേണ്ട സാമ്പിൾ യൂസ് ചെയ്യാം. ഇത് എന്താ ഇത് ഇവിടെ? അപ്പൊ സാമ്പിൾ TV ഒക്കെ ഉണ്ടോ? ഗ്യാങ്ഗ്രസ് ഗ്യാങ് വണ്ടി എല്ലാം കറക്റ്റ് സാധനമുണ്ട്. ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ സാമ്പിൾ TV ഒക്കെ ഉണ്ടോ? എനിക്ക് 15 TV ഉണ്ടോന്ന്? അതിലുള്ള ഒരു ഇവന്മാർ തമ്മിലാടി. ഞങ്ങളാണ് മെയിൻ TV, നിങ്ങളില്ല. ചിലപ്പോ ആദ്യത്തെ ലീഡർ ചിലപ്പോ അണ്ണന്റെ പേരിലായിരിക്കും, വേറെ പേരിലേക്കാണ് ഇപ്പൊ ഒരാൾക്കാർ വില്ലുമോനാക്കി ലീഡർ. RDS ആയിട്ട് എന്താ സീനെന്നോ? RDS ആയിട്ട് എന്താ? RDS അത് സിറ്റുവേഷൻ ആയോ? അതെന്താ RDX എന്ന് പറയുന്ന സിനിമ അല്ലേ? അങ്ങനെ ഗ്യാങ് ഉണ്ട്, ബട്ട് അങ്ങനെ ഒരു ഗ്യാങ് സിറ്റുവേഷൻ DRS ഉണ്ടാ? RDS ആണോ? ഇല്ല, RDX ഗ്യാങ് ഉണ്ട്, ബട്ട് സിറ്റുവേഷൻ ആയിട്ടില്ല. RDX ഇന്ന് ഗ്യാങ് സിറ്റിയിലുണ്ടോ? ഇതിന് പോലും എനിക്ക് അറിഞ്ഞൂടാ. RDC ആയിരിക്കും. RDC ഇവിടെ അല്ലല്ലോടാ. ഇത് നാളെ വരുക ഗ്യാങ്ങുകാര്. അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടോ ഇവിടെ? RDC എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഒന്നും ഇല്ല ഇവിടെ. ഡിസ്പ്ലേ അടിച്ചു പോയി. ഹലോ ബ്രോ, ഹലോ. ഇതിനാരാ എന്റെ അവസ്ഥ ഒന്ന് നോക്കണല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? election ഒന്നുമില്ല, വരത്തില്ല. കേറിയാ മേലെ? അണ്ണാ എന്റെ എവിടെ? ഞാൻ അത് നാന്താ ഫേക്ക് ഫ്രണ്ട്സ്. ഞാൻ ഇറങ്ങി കേട്ടോ. അതിനകത്ത്
ഗൈസ് എനിക്കിത് എങ്ങനെയാ കാണുന്നതെന്ന് നിങ്ങൾ കാണണം. നിങ്ങൾക്കിത് നല്ല രസമായിട്ടായിരിക്കും കാണുന്നത്. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഫുൾ മഞ്ഞ, പച്ച, നീല, ചുവപ്പ്, ഭയങ്കര കളർ എല്ലാത്തിനും. എന്താ പറഞ്ഞൂടാ, ഭയങ്കര കളർ. നിങ്ങൾക്ക് പക്ഷേ ഹലോ 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 ആരാ? ഹായ്, ഞാൻ ബോസിന്റെ ആളാ. മുച്ചിരി ബോസിന്റെ. ഏത് ബോസ്? മുച്ചിരി ബോസ്. അല്ല, ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലല്ല, മുച്ചിരി ബോസിന്റെ സെക്യൂരിറ്റി വീട്ടിനോർത്ത്. സെക്യൂരിറ്റി ആണ്. ഇപ്പൊ മുച്ചിരി ബോസ് അകത്തുണ്ടോ? മുച്ചിരി ബോസ് വന്നിട്ടില്ലെന്നാ തോന്നുന്നു. മുച്ചിരി ബോസ് അല്ല, ഞാനൊന്ന് അകത്തോട്ട് പോയി പുള്ളി ഒന്ന് കണ്ടോട്ടെ. എന്നെ ഒന്നും അടിക്കൊന്നും ചെയ്യില്ലല്ലോ നിങ്ങള്? ഇല്ല, ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ല. ഓക്കെ. ചോദിച്ചോട്ടെ, എന്തോ കേട്ടില്ല. ബോസ് വന്നിട്ടില്ല. വന്നിട്ടില്ല. ദേഹപരിശോധന എല്ലാം ചെയ്യണം. കുഴപ്പമില്ല, കൈ നോക്കണ്ട. ഇല്ല, വേണ്ട, കുഴപ്പമില്ല. ഓക്കെ. ബോസിന്റെ പേര് പറഞ്ഞ എല്ലാരും പേടി. ബോസ് ഒരു സംഭവം തന്നെയാണ്. മുച്ചിരി ബോസ് ഇവിടെ സൈഡിലൊക്കെ. നീ അപ്പുറ സൈഡ് ബോസ്. നീ അപ്പുറ സൈഡ് അവിടെ. മുച്ചിരി ബോസ് ഉണ്ടോ ഇവിടെ? അങ്ങനത്തെ കുറച്ച് പേര് നടക്കുന്നുണ്ട് അണ്ണാ. അവന്മാരെ ഇതാണ്. അല്ല, മുച്ചിരി ഉണ്ടോ ഇവിടെ? വന്നിട്ടുണ്ടോ? ഇതൊന്ന് പേര് ഇവിടെ ഗ്യാങ് ഹൗസിന് പുറത്തുണ്ട്. മുച്ചിരി ബോസ് എന്ന് പറഞ്ഞിട്ട്. മുച്ചിരി ബോസ് അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് വേണം എനിക്കിപ്പോ ഇങ്ങോട്ട് കേറാനേ. നിനക്കെന്താ കാലിൽ ആണിയാ? ഇല്ല. പിന്നെ നീ ഇങ്ങനെ നടക്കണേ? എന്തോ പറ്റി തകരാറുകൾ. കറണ്ട് പോയല്ലോ നിന്റെ. ആ UPS കഴപ്പണ്ണ വെറുതെ ഇരുന്നിട്ട് അടിക്കും. UPS കഴപ്പോ? അതിന് താങ്ങുന്നില്ല, അതുകൊണ്ടല്ല. അതിന് കഴപ്പല്ല, നല്ല പവറുള്ളത് കേടിച്ചു വെക്ക്. UPS കഴപ്പാ. UPS ഊരി വെക്കടാ. ഞാൻ കാരണം ഊരി വെച്ച സൗണ്ട് കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത. അതുകൊണ്ടാണ് ലൈവ് നിന്റെ കറണ്ട് പോകുമ്പോൾ ലൈവ് ഒറ്റയടിക്ക് ഓഫ് ആണ്. ഡയറക്റ്റ് UPS കഴപ്പാ അത്. അവിടെ വീടിന് മുച്ചിരി ബോസിന്റെ പടയാളികൾ. എടാ, എനിക്ക് ഫോൺ മേടിക്കണോടാ. എനിക്ക് ഫോൺ എന്റെ കൂടെ ഒന്ന് വരുവാടാ. വണ്ടി എടുത്തിട്ടോ. ഗ്യാങ് പ്ലാനിൽ ഇപ്പൊ നമ്പർ വേണമെങ്കിൽ മറ്റേ 5000 എന്തോ കൊടുക്കണം. 5000 രൂപ? 5000 എത്ര വേണം നിനക്ക് പ്ലാൻ? കൊടുക്കണം. നമ്പറൊക്കെ പോയി. ഇപ്പൊ കൊറേ നമ്പർ ഉണ്ട്. എന്റെ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 205 102 2057. കൊറേ നമ്പറാ, വലിയ നമ്പർ. ജുഗുറിനെ നിന്ന് അടിച്ചിട്ട് സിറ്റുവേഷൻ ആക്കല്ലേ ഏട്ടാ. നീ ഇവിടേക്ക് പോണേ? സാൻഡിലോട്ട് പോ. ഫോൺ പിന്നല്ലേ, ജുഗുറു അല്ലേ ആദ്യം. എവിടെ പോയി? എന്താടാ നിന്റെ പ്രശ്നം മോനെ? ഹലോ, 15000 ടോൾ കൊടുക്കാൻ വയ്യ? ഞാൻ അയച്ചു തരട്ടെ? ഞാൻ ഓടിക്കാം. കളപ്പനാടാ. അമ്മാരെ ഒന്ന് പിടിച്ചു നിർത്തുമോ? എന്നിട്ട് ചോദിക്കാം എന്തിനാ തല്ലിയെന്ന്. അടിച്ചിട്ടുണ്ടോ നീ? അവനെ പോയിട്ട് കൈവക്കി. നീ എത്ര പേരുണ്ടോ നിങ്ങള്? 2 പേരുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ. അവന്മാർ 2 പേരല്ലേ? ചെന്നിട്ട് ചുമ്മാ നൈസായിട്ട് സംസാരിക്കേ. ഞങ്ങളിതാ എത്തി. പെട്ടെന്ന് നിങ്ങളൊന്ന് സംസാരിച്ച് കുണം മാറുമ്പോഴത്തേനും ഞാൻ ലാൻഡ് ചെയ്യോടെ. എല്ലാവർക്കും വെൽക്കം സ്ട്രീമേ. അണ്ണൻ ഈസ് റെഗുലർ ബിഫോർ GTA 6 കമന്റ് ഓർമ്മയുണ്ടോ? ഓർമ്മിപ്പിക്കല്ലേടാ, ഞാൻ പറഞ്ഞില്ലേ. ഒന്നും പറയല്ലേടാ, ഒന്നും പറയല്ലേ ദയവേത്. ഞാൻ എങ്ങനെ
എന്താ വല്യമാൻ എന്നൊക്കെ സിറ്റുവേഷൻ പോയി പിടിക്കണ അടുത്ത് പറ്റിയ പഴം ഉണ്ടോന്ന് ചോദിക്കണം. അത് നീയാ ചോദിച്ചപ്പോ രണ്ടിന് പിയോ പേരൊന്നും പറയുന്നത് പേര് പറയിക്കാൻ ഇപ്പൊ. അവന്മാര് അമ്പി കളിക്കുന്ന അവന്മാര് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് പോണോ എവിടെ? പിങ്ങൊന്നും കാണുന്നില്ലല്ലോ. റൈറ്റ് റൈറ്റ് പോയ വണ്ടിയാണോ? റൈറ്റ് പോയ വണ്ടിയാണോ? ഇല്ല ഈ ഫ്രണ്ടിൽ പോണ വണ്ടി, ഈ ഫ്രണ്ട് ഡ്രാഗ് ഇവിടെ പോകുന്നില്ല, പിക്ക് ചെയ്യുന്നുണ്ട്. നേരെ നമ്മുടെ വിൻഡിമില്ല് സൈഡ് ആ അങ്ങോട്ട് പോടാ. ഫ്രണ്ടി വരുന്നുണ്ട്. ആ ഇവന്മാര് വള്ളി നടക്കണ്ടായിരുന്നു. ഹലോ വണ്ടി വണ്ടി നിർത്തടാ മോനെ, വണ്ടി നിർത്ത്. സംസാരിക്കണം ഇറങ്ങ ആരൊക്കെ സംസാരിക്കും? ഹലോ വണ്ടി നിർത്ത്. വണ്ടി ടയർ പൊട്ടില്ല, വണ്ടി എടുത്താ കേറടാ. കേറ് നീ കേറാൻ പറ്റില്ല. അതിന്റെ ടയർ പൊട്ടത്തില്ല. പിടിക്കണേ വീടല്ലേ. എങ്ങോട്ടാണ് പോയമാര്? യൂട്യൂബ് സൈഡ്. ദേ പോണു ആ വണ്ടിയില. ആ അതെ അവന്മാര് ഈ മലയിൽ. അത് റോങ്ങായ ഹലോ എടാ എന്നാ വണ്ടിക്ക് എന്ത് ഇഷ്യൂ ഉണ്ട് റീസ്റ്റാർട്ട് കഴിഞ്ഞപ്പോ? ലെഫ്റ്റ് ഈ വഴിയെ പോയി ലാസ്റ്റ് ഞാൻ അത് കണ്ടു. അവന്മാര് ഇതുവഴിയാ പോയത്, അവന്മാര് പോയി. അവൻ പോയി. ആണോ അവൻ പോയോ? അടിച്ച് നിന്നെയൊക്കെ ഇല്ലേ? നമ്മളല്ലേ മന്ദാരല്ലേ കോള് പറഞ്ഞേ, അപ്പൊ അവനെവിടെ പോയി? അവന്മാര് മറ്റേ ഒരു കുളച്ച മാസ്ക് വെച്ചിരിക്കണം, മറ്റേ ആ ഒരു മറ്റേ മുയലിന്റെ പുറത്തെ മാസ്ക്. നീയായിട്ട് കൊണയന്മാരത് അത് തന്നെ അവന്മാര് തന്നെ. മറ്റേ പലേറ്റ് പോയടാ. പലേറ്റ് പോയിണ്ടോ? കുറവാണ് വണ്ടി ഇത് കേറാത്തങ്ങട്. ഇല്ലടാ വണ്ടിക്ക് എന്തോ. എടാ ആ വണ്ടിയുടെ പേരെന്താ? റോങ്ങറാ. ആ വണ്ടി നോക്ക്, മറ്റേ മുയലിന്റെ മാസ്ക് വെച്ച് രണ്ടാവന്മാര് എവിടെ കണ്ടാലും അവന്മാരെ പറക്കടി. ഒരു വട്ടം നേരത്തെ കൊണ ചെയ്താ ചൂടായിട്ട് അവന്മാര് കൊറേ നേരമായിട്ടുണ്ട്. സീനാണ്. ഈ അടുത്തുള്ള ഡ്രസ് ഷോപ്പ് ഒക്കെ നോക്കിക്കോളാം. ഇവരൊക്കെ ഇപ്പൊ പോയി നേരെ പോയി. എടാ ഇവിടെ പലട്ടോ പമ്പ് പയ്യെ പോണടാ. പമ്പിന്റെ അവിടെ കത്തലില്ല. മാറ്റി എന്ന് പറഞ്ഞിട്ട് നേരെ കത്തണേ. നമ്മളങ്ങ് കത്തില്ലല്ലോ. നീലനൈജിയലൊക്കെ ഉറക്കവാ. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് എന്താണ് അവൻ ഉറങ്ങിയത്. ഇന്ന് മിക്കവാറും അവൻ ഉണ്ടാവൂല വാറിന്. കാരണം വൈകിട്ടാ ഉറങ്ങിയത്. ഇവിടുത്തെ ഗാരേജ് നോക്കി അമ്മര് വേറെ റേഡിയോയിൽ എന്താ IGL പ്ലസ് DR ഡ്രൈവർ ഇട്ടേക്കണേ? അല്ല
സിറ്റി വിട്ട് ഇനി കാണത്തില്ല. എടാ അമ്മാര് പോയോടാ സിറ്റി ലോക്ക് ചെയ്യടാ. എടാ സെക്ക ആ എന്റെ ഇടത്തെ കയ്യിലും തൊട്ടെ എവിടെ? ഇടത്തെ കൈ തൊട്ട് പലയിട്ട ലോക്ക ഇവിടെ ഇല്ല. സ്റ്റാൻഡി പോ. സാൻഡി വന്നു, സാൻഡി വന്നു. എനിക്ക് തോന്നുന്ന ഒരു വണ്ടി വെള്ളത്തിലിട്ട് എസ്പേറ്റ് അടിച്ചു. ആര് അമ്മാരാ? ഇന്ന് വാറും ഇന്ന് വാറും പ്രിയവാറും SRR ആയിട്ടുണ്ടാവും 11 മണിക്ക്. റൈറ്റില് ലെഫ്റ്റിലൊരു വെള്ളം ഉണ്ടായിട്ടോ, വണ്ടി ഇട്ട് അവരെ എസ്പേറ്റ് അടിച്ചു. എടാ എല്ലാമാരത്തൊന്ന് കേറാൻ പറഞ്ഞേ. ലാസ്റ്റ് മിനിറ്റ് നോക്കിക്കില്ല, 10:35 ഒന്ന് കേറാൻ പറഞ്ഞേ. ഹെലി എടുത്തിട്ട് സാൻഡി മൊത്തം തപ്പി ചില്ലിയാട് വരെ തപ്പിക്കോ. പറയാൻ പറ്റില്ല, പോയാലോ. എടാ ലോല ഉണ്ടോ? ലോല നീ ഒരു ഹെലി എടുത്ത് നോക്കടാ അവന്മാരെ ഇവിടെ എവിടെ ഉണ്ടോന്ന്. ഫാക്ടറിയുടെ കൊണ്ടല്ലേ പോക്ക്. നേരെ ആ ചീര എവിടെ നിന്ന് ഫാക്ടറിയിലോട്ട് പോകാനല്ലേ. ഞാനൊരു കാര്യം പറയട്ടെടാ, ഇനി അവന്മാരെ കിട്ടത്തില്ല. കിട്ടത്തില്ല, ഉറപ്പാണ്. ഇനി അവന്മാരെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നമ്മള് ചില്ലിയാട് കൂടി പോയി. ഈ എന്തൊരു ചില്ലിയാട് അവന് ചില്ല് ചെയ്യാൻ പോകുന്നവര്. എടാ ഈ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഇവര് നമ്മുടെ റിപ്പയറിന്റെ അടുത്ത് ലെഫ്റ്റിലോട്ടല്ല പോയെ. ആ വഴി നേരെ പോകുമ്പോ ചില്ലിയാണ്ട വഴിയാണ് പോണേ. തല്ലുകൊള്ളുകൾ എങ്ങനെ ചിന്തിക്കുന്നവരെ അറിയാം. വില്ലുമോനെ ഓടാ വില്ലുമോനെ. വണ്ടിയോട് ചില്ലയാടൊക്കെ ചില്ലയാട് തന്നെ കൂടി അടിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതിനൊക്കെ ഉറപ്പുണ്ടോ അവന്മാര് ചില്ലയാടുണ്ടാവുന്നു? ഉണ്ടായിരിക്കണം. അവിടെ നിന്ന് അവന്മാരെ ചില്ലയാടുണ്ടെന്ന് നിന്നെ മറ്റേന്ന് വിളിക്കും. പേടിക്കല്ലേ പേടിക്കല്ലേ, വണ്ടി വെള്ളത്തിൽ പോകത്തില്ല. വണ്ടി പൂട്ടിലാണ് പോയി. നമ്മുടെ പർപ്പിള് കളർ ഡ്രോവറാ. വണ്ടിക്ക് എന്ത് ഇഷ്യൂ ഉണ്ട്? വണ്ടി തിരിയുന്നില്ല. അണ്ണ തല്ലിക്കൊല്ലാണ്ട കണ്ടെടുത്ത് വണ്ടിക്ക് issue ഉണ്ട്, വണ്ടിക്ക് issue ഉണ്ട്. വണ്ടി പോയടാ, എലി കൊണ്ട് വരുന്ന വണ്ടിക്ക് നമ്മുടെ വണ്ടി വളയുന്നില്ല. കൂടെ ഞാനെങ്കിലും ഓടിച്ചേനടാ, ഞാൻ ഓടിച്ചേനെ ഇതിലും വൃത്തിയായിട്ട്. നെക്ക വളയുന്നില്ല അണ്ണാ. വോട്ട് നീ അതേ നീന്തി വാടാ പോട്ടെ. അപ്പുറം സൈഡിലോട്ട് നീന്ത്. ഞാൻ ചത്ത്. അതിന് നിന്റെ ചിഹ്നല്ലല്ലോടാ. എല്ലാ വണ്ടിക്കും അന്നാ ഞാൻ നേരത്തെ ഓടിച്ചപ്പോ എനിക്ക് തോന്നി ഞാൻ കീബോർഡിന്റെ കംപ്ലൈന്റ് ആണ്. പഴയത് വെച്ച് മൂഞ്ചിയാ മതി. ഈ മൂഞ്ചിയ കളിക്ക് പഴയത് തന്നെ ധാരാളം നിനക്ക്. എടാ ഇവിടേക്ക് വരും ആരെങ്കിലും. മാർക്ക് സാൻഡി 1089. എടാ ഇവിടെ വണ്ടി വിളിച്ച വരുവോ? ഇല്ല ഇവിടെ വരുന്നുണ്ട്. ഫോണില്ല എനിക്ക്. നിന്റെ ഫോണുണ്ടോ? ഞാൻ വിളിച്ചു നോക്കട്ടെ. ഇപ്പൊ ഇവിടെ എലി വന്നിട്ട് എന്ത് ചെയ്യാനാ? ഡെയിലി ഒന്ന് നമ്മുടെ എന്റെ കോമഡി അവർക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഇവൻ തന്നെ ഇവൻ തന്നെയാണോ അത്? ഇത് നമ്മുടെ വണ്ടിയല്ലേ? ബൊമ്മേറ്റ് നടത്ത. ഹലോ ഒന്നുമില്ല ബ്രോ, നമ്മള് വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഒന്നുമില്ല, ഇടിച്ചില്ല ഇടിച്ചെങ്കി ഇപ്പൊ നമ്മളെ തല്ലാന്ന് വെച്ചു. ഒരു വാക്ക് പറഞ്ഞ ഇപ്പൊ ഞാൻ വള്ളി എടുത്തു തരാം. ഓൾറെഡി രണ്ടുപേരും അടിച്ചിട്ടാ. രണ്ട് അറിയാണ്ട് വരും. അടി കഴിഞ്ഞതാ.
ഉച്ചക്ക് രണ്ടെണ്ണത്തിന് ഓൾറെഡി കൊന്നായിരുന്നു. അയ്യോ അവൻ ജസ്റ്റ് മിസ്. നമുക്ക് നമ്മ അടി 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 അത് തിരിച്ചു വരുന്നത് ചോദിക്കട്ടെ. എടാ, എന്നെ ആരെങ്കിലും അകത്തിരുത്തണേ. ആ താങ്ക് യു. എന്നെ അകത്തിരിക്കണേ അണ്ണാ. നീ എങ്ങടെ എന്താ കേട്ടില്ല? ചില്ലിയാട് വേണം, ചില്ലിയാട് തപ്പണം. എടാ ഞാൻ ഓടിച്ചോട്ടെ. ഞാൻ വണ്ടി ഒരു കൊറേ നാളായി ഹെലി ഓടിച്ചിട്ട്. ഹലോ എന്താ ബ്രോ ഹെലി കണ്ടില്ലേ? ഹലോ ബ്രോ മൊടയാണോ ബ്രോ? ഹെലിയുടെ ലീഫ് കൊള്ളും, അടുത്തത് മാറ്. എന്താ അവന്റെ അതൊരു മുട ഉണ്ടല്ലോ അവന്. അടിക്കണേ അടിക്കട്ടെ അടിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട. ആണ് ചില്ലിയാടി ചില്ലിയാടി ചില്ലി ലെഫ്റ്റ് ലെഫ്റ്റ് ഇടത് തിരി ഇടത് തിരി. ഏത് കളർ ഏത് കളർ ഏത് കളർ പോലെയാ? അവൻ തന്നെ എനിക്ക് കണ്ണു കാണുന്നില്ല. സിറ്റി കറണ്ട് പോയി. ഹലോ വേണ്ട. താഴോട്ട് വരണോ? താഴെ ഇറക്ക്. ഇവിടുന്ന് എങ്ങോട്ടാണ് മുതുക്കുന്നെന്ന് പറഞ്ഞു തരുമോ? ഏയ് ഞാൻ കാറിൽ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ഹെലികോപ്റ്ററിന്റെ വഴി താഴത്തോട്ട് കുറച്ച് ജില്ല വേണേ. എനിക്ക് കുറച്ച് സമയം വേണം അവിടെ എത്തിക്കാൻ. മൗസിലാണത്. ആ മൗസിലാണ് ഓടിക്കുന്നത് അതല്ലേ? ഇതിപ്പോ യൂട്യൂബ്സിന്റെ മണ്ടോഷല്ലേ ഇത്? ഇവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ പോയത്. ഇവിടുന്ന് റൈറ്റ്. ഈ മേളിൽ പോകുന്ന ഒരു സ്പീഡ് പറയും. ആ എന്നാ നമുക്ക് അപ്പൊ താഴോട്ട് എങ്ങനെ ഇറക്കും? അതാ എന്റെ ചോദ്യം. നമുക്ക് റോട്ടിക്കൂടെ ഓടിക്കാം അണ്ണാ. കാണിച്ചു കൊടുക്കാം പൊക്കം മാസത്ര മതി. താഴെ തട്ടും. അതിന് സമയം വേണ്ടല്ലോ. അതിനു വേണ്ടി അണ്ണ 5 കൊല്ലായിട്ട് പഠിപ്പിക്കില്ലേ? ഞാൻ ഇവിടെ കണ്ടായിരുന്നു വേറെ. മുതുക്ക് വരുമ്പോ എഫ് ഞെക്കാനാ? നീയൊക്കെ ആരെയാ പഠിപ്പിക്കുന്നേ? എഫ് ഞെക്കാൻ അവൻ ഇവിടെ കൊല്ലം 5 ഈ വേ പോയിന്റ് അല്ലേ നമ്മുടെ? അത് മറ്റേ ഹണി ജോബിന്റെ അവിടെ വെച്ചാ ഇപ്പൊ സിറ്റി മൊത്തം പണിയായ. പണിത്തല കൊറേ ഉണ്ട്. ഒരു ട്രാക്ക് ബാറില് 4 പണിത്തലയുണ്ട്. ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് കൊണ്ട് ഇറക്കും. നോക്കിക്കോണേ ഇന്നത്തെ എന്റെ ലാൻഡിങ് കണ്ടോണേ. താഴെ 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 പോവാ താഴോട്ടാ പോണേ. അവൻ തന്നെ ആള്. അതല്ല അത് ഇവിടെ നിന്നുള്ള അതിപ്പോ ഇവിടെ നിന്ന് ചാടിപ്പോയത്. എടാ നമ്മള് കാർ എടുത്ത് വന്നാ പോലെ ഇതിലും വേഗം എത്തിയല്ലേ? അത് പതുക്കെ താഴത്തോട്ട് പോയതിന് സ്പീഡ് താഴത്തോട്ട് വല്ല സ്പീഡ് കിട്ടുന്നല്ലേ? താഴത്തോട്ട് പോയിട്ട് മറ്റേ ഇപ്പൊ സ്പീഡ് ഉണ്ടല്ലോ. അയ്യോ 20 FPS. അയ്യോ 50 FPS. അവൻ തന്നെ അവനെ ഹെലി വെച്ച് ഇടിച്ചു കൊല്ലാവണ്ണ. നമ്മള് വരുന്നുണ്ട് ഹെലിയില. അല്ല സൈഡിലോട്ട് അവിടെ വരെ എല്ലാം കറക്റ്റ് ആയിരുന്നു.
നിങ്ങളെ കയ്യില് കാശ് അയ്യോ എടാ അവിടെ വരെ എല്ലാം കറക്റ്റ് ആണ്, അവിടെ വരെ എല്ലാം പെർഫെക്റ്റ് ആണ്. ആരോ ഒരാൾ ചത്ത് എനിക്കൊരു കില്ല് കിട്ടിയോ? എടാ ഗൈസ് അവിടെ വരെ എല്ലാം കറക്റ്റ് ആയിരുന്നു, എല്ലാം. ഇടയ്ക്ക് പൊട്ടൂല എടാ ഇവൻ തന്നെ നിന്റെ പേരെന്താ? അണ്ണ ഇവനാണോ അണ്ണാ? നീയല്ലേ അവന്റെ മുട്ട് പറക്കുന്നുണ്ട് നോക്കിയേ. നിന്റെ പേരെന്താ? ഇവൻ തന്നെ. നിന്റെ കൂടെയുള്ള മറ്റവൻ എന്ത് ചെയ്യായിരുന്നു? എന്തിനാണ് ആ കേക്കാം പറ. എനിക്കില്ല മുട്ടണ്ടിലാണ് കേട്ടോ. എനിക്കില്ല കേട്ടോ. മുട്ടണ്ടില്ലേ പറയാൻ പറ്റൂല. എടാ കേക്കുന്നില്ല നിനക്ക്? അന്നൊക്കെ അവൻ ഇല്ല ഇവിടെ പോയി. അവൻ പേടിച്ച് പോയി, മുട്ട് പറക്കുന്നുണ്ടോ നമുക്ക്? നീ ഫിക്സ് ചെയ്ത് ഓണാണോ? ഗൈസ് ഇവൻ തന്നെയാണോ ആള്? ഇവനായിരുന്നു അത്. ലോയൽറ്റി പോയിന്റ് ഒന്നും പോകത്തില്ല ഗൈസ്. ഇത് വാണിംഗ് ഫയർ ആണ്. ഇനി വാ തുറന്നില്ല വെടി വെച്ചിട്ട്. ഏതാ വാണിംഗ് ഫയർ ആണ്? വാ തുറന്നില്ല വെടി വെച്ചിട്ട്. ഇവൻ തന്നെയാണ് ആള്. അല്ല ഓ അതെ ഓക്കെ അവൻ ഹെൽമെറ്റ് ഇട്ടുണ്ടായിരുന്നില്ല. ആരാ വെടി വെച്ചേ? നിനക്ക് എന്താ? അണ്ണ ഞാന് അവനെ നീ ഗ്യാങ്ങിലുള്ളതല്ലേ? അവൻ കൈ പൊക്കില്ല. സിറ്റി വന്നോളൂ. നീ അല്ലേ ആ പെണ്ണിന്റെ കൂടെ അവിടെ നിന്ന് ചെറുക്കുന്ന ഞാൻ കണ്ടല്ലോ. ഞാൻ പൊട്ടനൊക്കെ കണ്ണില്ലാത്ത പൊട്ടനാണോ ഞാൻ? ഓ മിണ്ടിയില്ല. നീ മിണ്ടിയില്ല. എടാ നിനക്ക് എന്താ ഡെയിലി കളർ ഡ്രസ് ഇട്ട് വരുന്നേ? എന്താ പട്ടിക ഭാഷ സംസാരിക്കണം എൻ്റെ അടുത്ത്. പോയി ഗ്യാങ് ഡ്രസ് ഇട്ടോ പെട്ടെന്നോ. നിന്റെ തുണി മാറ്റി തരാൻ ഞാൻ വന്നു. എന്റെ ജോലി അതാണല്ലോ. നിന്റെയൊക്കെ തുണി മാറ്റി തരാം, അപ്പി കോരി തരാം. പിന്നെ കണ്ടല്ലേ അതിൽ നിന്നൊരു 1500 രൂപ കൊടുത്തൊരു 99 ഒരു വർഷത്തേക്കോ? ഒരു മാസം ഒരു മാസം 99 രൂപ. അയ്യോ ആര് ബ്രാവോ അച്ഛന്നാണ് വിളിക്കുന്നത്? ഒരു വർഷത്തേക്ക് നീ ഇത് തരാൻ നിനക്ക് ഒരു മാസത്തേക്ക് 99 രൂപ. നീയൊക്കെ എന്തൊക്കെ ചെയ്ത് കാണുന്നടാ 99 രൂപ? ഹലോ റേഡിയോയില് മുച്ചിരി ബോസ് ഉണ്ടോ? ഹലോ എവിടെ ഉണ്ട് മുച്ചിരി ബോസ്? ഞാനിതാ വന്നോണ്ടിരിക്കാന്ന്. എങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നേ? ഗ്യാങ് നീ മുതുക്കിലോട്ടൊന്ന് വന്നേ. അണ്ണാ നല്ല പിള്ളേര് ഗ്യാങ് ഹൗസ് ചെയ്യണ്ടേ? ആരുടെ പിള്ളേര്? എന്റെ കുറച്ച് പണിയെടുക്കുന്ന പിള്ളേരെ സ്റ്റാഫ്. ഞാൻ ഗ്യാങ് ഹൗസിലോട്ട് വരാം. വാ എന്നാ ഗ്യാങ് ഹൗസിലോട്ട് വാ. വണ്ടി എവിടെയാ? ഞാൻ കിടിയും പെണ്ണു വിളിച്ചിട്ടില്ല. അതേ കടലുണ്ട് ബ്രോ ഇഷ്ടം പോലെ. അതേ നോക്ക് അണ്ണാ കണക്ട് ഇട്ടണ്ണാ. ആര് കണക്ട് ഇട്ടിട്ട്? കടലിലല്ലേ കുടിച്ചോ കയറി. ബ്രോ ഞാൻ തരാം. ഐഡി പറ. ഒരെണ്ണേ ഉള്ളു എന്നാലും ഞാൻ അത് തരാം നിനക്ക്. ഇതാ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതെടുത്തോ. അണ്ണാ കണക്ട് 405 ഡ്രസ് നമ്മള് അല്ല ഹീറ്റർ കേട്ടോ. നാളെ ഹീറ്റർ. ആ ഹലോ അവൻ ചെന്ന് കൊന്നു പറച്ചിലൊന്നുമില്ല. ആ നീകം കൊന്നു ആരെന്ന് അറിഞ്ഞൂടാ. കാലെന്ന് കൂട്ടൽ നിങ്ങള് ഓൾറെഡി സമയം നിങ്ങൾ എല്ലാം 10 പറഞ്ഞിട്ട് 10:45 അത് കഴിഞ്ഞ് 11 മണി വരെ നമ്മൾ ആക്കിയതായിരുന്നു. അണ്ണ സംസാരിക്കുന്നു. ആ ഹലോ
ഹലോ ഹലോ ഹലോ ആ ഹലോ ബ്രോ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആ ഞങ്ങൾ മഞ്ഞ വെസ്റ്റ് ഇടുന്നുണ്ട് ബ്രോ, കൺഫ്യൂഷനാ. ഓക്കെ ഓക്കെ, ടൈം മാറ്റൊന്നുമില്ലല്ലോ? 11 മണിക്ക് തന്നെ ഇതാക്കണേ വില്ലുമോൻ എവിടെ വയ്ക്കുന്നത്? അതെ ഇവിടെ 11 മണിക്ക് ഇതാക്കണേന്ന് പറഞ്ഞിട്ട് നമ്മുടെ 5 പേര് പോലും കേറിയിട്ടില്ല. അത് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇത് എത്ര നേരമായിട്ട് ഞാൻ ഓരോ സിറ്റുവേഷൻ ആയിട്ട് ഞാൻ ആദ്യം പറയും, ആരും കയറത്തില്ല. എന്നിട്ട് എല്ലാം ചീത്ത എനിക്ക് കേൾക്കണം. അവര് ആദ്യം പറഞ്ഞ് 11, അപ്പൊ നമ്മൾ അത് എനിക്ക് ഒരു അരമണിക്കൂർ അവരെ നമ്മളെ കൊറേ കഴിഞ്ഞിട്ട് 10:45 അതും പറ്റിയില്ല അവർക്ക്. അതും കഴിഞ്ഞ് 11 മണിയായി. എടാ 5 പേരുടെ വേണം നമുക്ക്. എടാ നീലനൊക്കെ എന്ത് ചെയ്യടാ? നീലന് വരത്തില്ല. ആ ഓക്കെ ഓക്കെ. ആ നീ എന്തിനാടാ വിളിച്ചേ? വരാൻ പറ്റാത്ത എങ്ങനെ പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ തരാൻ വേണ്ടി എടുത്തു വെച്ചായിരുന്നത്. ഇത് നിങ്ങളെ ഇംപ്രസ് ചെയ്യാനാണ് കേട്ടോ, മാനിപ്പുലേഷൻ. അണ്ണന് വേണ്ടി. പിന്നെ പിസിയുടെ അപ്ഡേറ്റ് ഉണ്ടല്ലോ. എന്താ ഡിസിയുടെ അപ്ഡേറ്റാ? പിസി ആ പിസി ആ എനിക്ക് ഒന്നായിരുന്നല്ലോ അന്ന് തന്നെ. ആ ആളെന്നിട്ട് ഫുൾ PC വിത്ത് 320 Hz മോണിറ്റർ വിത്ത് UPS 3 ലക്ഷം രൂപ സ്പോൺസർ ചെയ്ത്. ഇത് വേണം. ഇതെല്ലാം കൂടെ പറയാനാണ് സഫാൻ ബ്രോ. താങ്ക് യു സോ മച്ച് സഫാൻ ബ്രോ, മീൻസ് എ ലോട്ട്. അയ്യോ സിറ്റി കത്തി, റോക്ക് സ്റ്റാറിന്ന് ലോഗോട്ടായി, എന്തൊക്കെയോ പറ്റി. എനിക്ക് എന്തൊക്കെ ചെയ്തെന്നറിയോ ഞാൻ? ഫോൺ റീസെറ്റ് ആവുമല്ല. ഫോണിനകത്തൊന്നും കാണത്തില്ല. പുതിയ ഫോൺ മേടിക്കണം. ഫോൺ കളഞ്ഞിട്ട് നമ്പറെല്ലാം പോയിണ്ണ. അണ്ണന്റെ കോണ്ടാക്ട് എല്ലാം പോയി. ഒരു മിനിറ്റ് ഇപ്പൊ ബ്രോ. സഫാൻ ബ്രോ താങ്ക് യു സോ മച്ച്. എന്റെ നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരെയൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോരുത്തര് സഹായിക്കുന്നതിൽ എനിക്ക് ഒരുപാട് താങ്ക് യു ഉണ്ട്. മീൻസ് എ ലോട്ട്. എനിക്ക് സത്യം പറയാമല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ. ഈവൻ ദോ ഇവിടെ വരുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫെയിം, എക്സ്പോഷർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അല്ലാതെ ഇവിടെ ആരെയും നമ്മൾ ഇതുവരെ ഇവർക്കൊന്നും സാലറിയോ പൈസയോ ബൂട്ട് ക്യാമ്പോ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ എന്നെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. സോ ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ നിങ്ങളെപ്പോലത്തെ കുറേ നല്ല ആൾക്കാർ നമുക്ക് ഓഡിയൻസ് ആയിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആവശ്യം വരുമ്പോൾ നമുക്കത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. പക്ഷെ വെളിയിൽ നിന്ന് ആൾക്കാർ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ TV-യിൽ കളിക്കുന്നതിന് പ്ലേയേഴ്സിന് സാലറി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈവൻ ദോ എൻ്റെ ഒരു ഡൗൺ ടൈമിൽ കൂടെ നിന്ന് ഈ പിള്ളേരെ എല്ലാവരെയും പൈസയ്ക്ക് വേണ്ടിയിട്ടും ഫെയിമിന് വേണ്ടിയിട്ടും മാത്രമാണ് നിൽക്കുന്നതെന്നും തറപ്പിച്ച് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് ഇവിടുന്ന് പോയ ആൾക്കാരാണേലും എന്താണേലും അതിൽ തന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ കൂടെ നിൽക്കുന്നവന്മാർ പൈസയ്ക്ക് വേണ്ടി അതുവേണ്ടിയാണ് നിൽക്കുന്നത്. എന്തിനു വേണ്ടി നിന്നാലും എൻ്റെ ഡൗൺ ടൈമിൽ എൻ്റെ കൂടെ നിന്നവർക്ക് തിരിച്ച് റിട്ടേൺ ബാക്ക് ആയിട്ട് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഗൈസ്. സത്യമായിട്ട് പറയാതിരിക്കാൻ വയ്യ. അതിനി എന്തിനു വേണ്ടി അതിന് ലോകത്താരാണ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിൽക്കാത്തത്? ധോണിയുടെ അടുത്ത് നാളെ സ്നേഹം മാത്രം തന്നാൽ മതി CSK കളിക്കാൻ പറഞ്ഞാൽ കളിക്കുമോ? ഇല്ല. ലൈക്ക് എല്ലാവർക്കും അവരുടെ നല്ല സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ സക്സസ് ആവുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്.